ഹലോ മൈ ഹബീബീസ്, സ്വാഗതം. തന്നെ രാവിലെ തന്നെ നമ്മൾ സ്കൂളിലോട്ടാണ് കേട്ടോ പോണത്. വേറെ ഒന്നുമല്ല, നമ്മൾ 12th ബോർഡ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഹാൾ ടിക്കറ്റുകൾ അങ്ങനെയാണ് പോകുന്നത്. വഴിയിലൊരു DC അവന്റെയും കണ്ടു. അങ്ങനെ നേരെ നമ്മൾ സ്കൂളിൽ ചെന്ന് ഹാൾ ടിക്കറ്റുകളൊക്കെ വാങ്ങി ഗ്രൗണ്ടിൽ ഇരുന്നപ്പോഴാണ് അവിടെ ഫുട്ബോൾ ഇരിക്കുന്നത്. പിന്നെ അതിനടുത്ത് 2 തട്ട് കെട്ടി. ഞാൻ ബാഴ്സലോണയല്ലാത്തിനുമല്ല അയാളുടെ കിനാക്കളിൽ എവിടെയും ഉണ്ടാകാൻ വഴിയില്ല. നൗകാമ്പിലെ അലകടലിന് നടുവിൽ ഒരിക്കൽ കൂടി നിന്നു നനയണം. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി. പിന്നെ എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിട്ടിയ പയ്യന്മാരെ വിളിച്ച് നമ്മൾ ആക്കുളത്തുള്ള ഹോബീസിലോട്ട് അങ്ങ് വിട്ടു. പിന്നെ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് കയറി. ഫോട്ടോ എടുത്ത് വന്നപ്പോൾ തന്നെ ഫുഡും വന്നു. ഇന്നും വെള്ളമായിട്ട് അലയിക്കാനൊന്നും നിന്നില്ല. മന്തി തന്നെ അങ്ങ് വാങ്ങി. മന്തിയൊക്കെ നൈസായിരുന്നു. പിന്നെ മന്തിയും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചായ അടിക്കാനായിട്ട് നേരെ ഹലൈസിലോട്ട് കയറി. നല്ല മന്തി കഴിച്ചിട്ട് ഒരു ചൂട് ചായ. അതാകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ബീഫ് അലർജി ഉള്ള ഒരു സിട്രസും കുടിച്ചിട്ട് ബീഫ് കഴിക്കുമ്പോൾ മലയാളികൾക്ക് മസ്റ്റായിട്ട് ബീഫിൻ്റെ ബെറോട്ട വേണം. ബെറോട്ട ഇല്ലാതെ ബീഫ് കൊടുത്തതിൻ്റെ നമ്മളിപ്പോൾ കാണുന്നത്. എന്തൊക്കെയാണ് പടച്ചു വിട്ടണ. നമ്മൾ വിഷയത്തിൽ തന്നെ മാറി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സും പിടിച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ടാ. പിന്നെ പിറ്റേന്ന് കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടുകാരുമായിട്ട് രാവിലെ തന്നെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടുകാരായിട്ട് നേരെ ട്രിവാൻഡ്രം സൂവിലോട്ട് പോയി. പിന്നെ അവിടുന്ന് ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് നേരെ അകത്തോട്ട് കയറി. ആദ്യം കയറിയപ്പോൾ തന്നെ കണ്ട ഒരു കാട്ടുപോത്തായിരുന്നു. പിന്നെ കുരങ്ങൻ. ഈ കുരങ്ങനെ കാണുമ്പോൾ ഇൻസ്റ്റ ഇപ്പോൾ മറ്റേ പഞ്ചിനെയാണ് ഓർമ്മ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ കിളികളൊക്കെ കണ്ട്. സത്യം പറഞ്ഞാൽ മുന്നത്തെ പോലെയല്ലേ, ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ആകെയുള്ള കുറേ കൂടുകൾ, അത് ഒഴിഞ്ഞത്. പിന്നെ നമ്മൾ സിംഗം സാറിനെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആസാദിലോട്ട് കയറി. അവിടെ ചെന്ന് മട്ടൻ ബിരിയാണിയും കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. അപ്പോൾ ഇത്ര തന്നെ, ബാക്കി നാളെ.